ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ നമ്മളിന്ന് ഒരു നോമ്പർപ്പിക്കലുണ്ട്. നമ്മളെ റമദാനായ ഒരു നോമ്പർപ്പിക്കൽ പരിപാടിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൺ ദ വേ ടു ദർ. പറഞ്ഞോളൂ. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ നോമ്പുറയാണ് 14th. ഹലോ ഗൈസ്, പാവങ്ങളും കഷ്ടപ്പെട്ടു. അപ്പൂസ് മന്തി രണ്ടാമത്തെ നോമ്പാണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ബാഗ് എല്ലാവരും ലൈറ്റിന്റെ അടി പോയിരുന്നോ? ഫസ്റ്റ് നോമ്പ് പിടിച്ചാ അത് പറയും. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. തീരെ വിശപ്പുണ്ടാവില്ല, തീരെ വിന്റർ സീസണിലെ നോമ്പ് പറഞ്ഞോ സംസാരിച്ചു. എന്താ പറയണ്ടേ? യു കെത്തെ റമദാൻ ഇക്കൊല്ലത്തെ റമദാൻ സുഖമാണ്. കാരണം കുറച്ച് അവേഴ്സ് ഉള്ളൂ. 5:30 മണിയാകുമ്പോഴത്തേന് നോമ്പ് തുറക്കാൻ പറ്റും. അപ്പോൾ വലിയ ക്ഷീണമൊന്നുമില്ല. അല്ലെങ്കിൽ വർക്കിനൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്ന സമയമാവുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഗുഡ്, നോ ക്ഷീണം. ഞാൻ എന്താ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇത്ര നേരമൊക്കെ ഇങ്ങനെ വെള്ളം പോലും കുടിക്കാതിരിക്കണ്ടേ. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കൊന്നും അറിയില്ല. സിത്താറിന്റെ പാട്ട് കേൾക്കാൻ പോവാണ്. സിത്താര പാടി ഒരു പാട്ട് പറയാൻ പറഞ്ഞ കോളിനോട് പറയും മിന്നൽ പാടാ. മിന്നൽ പാടേ. ചോദ്യം 1, ഇന്ത്യയിലെ അതാണ് എന്റെ ലക്ഷ്യം. ബിലാലിപ്പോ ഫ്രണ്ട്സ് ഒന്നുമില്ല. എല്ലാരും ഓടി നല്ല പരിപാടിയാണല്ലോ. എന്താ ഈ റമദാൻ മാസത്തിൽ എന്താ പറയാ, എന്റെ കൂടെ ഉള്ള 3ാമത്തെ നോമ്പാണ്. ഞാൻ വന്നതിന് ശേഷം നോമ്പിന് എന്തൊക്കെ മാറ്റങ്ങളാണ്? നോമ്പിനെന്താ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചോദിക്കുമ്പോ പറയാ എല്ലാ നോമ്പും എടുക്കാൻ തുടങ്ങിയെന്ന് പറയാന്. എല്ലാ 30 നോമ്പും ഞാൻ നോറ്റി വിട്ടാറുണ്ട്. ദിനുവാണോ റോൾ മോഡൽ? ഓക്കെ, ദിനുവിനെ അറിയില്ലേ? മറ്റേ ബിലാലിന്റെ ബ്രദറിന്റെ വൈഫ്. മറ്റൊരു വീഡിയോയിൽ ഉണ്ടാവൾ ആ തൊപ്പി വെച്ച് 2 പിടി സൈഡ് കിട്ട്. അതെ, ദേവി നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. മോനു, അതിനെ കുറിച്ച് മോനിന് എന്താ പറയാനുള്ളത്? 10 കഴിഞ്ഞേക്ക് ബിരിയാണി. മോനാണ് നമ്മുടെ ചാനലിന്റെ ഐശ്വര്യം. മോന് അറിയില്ല. 10 കഴിഞ്ഞേക്ക് ബിരിയാണി. അതിനെ കുറിച്ച് എന്താ മോനിന്റെ അഭിപ്രായം? എത്രയും പെട്ടെന്ന് തുടങ്ങണം. എന്ത് തുടങ്ങണം? പരിപാടി. എന്ത് പരിപാടി? ഭക്ഷണം. ഇറങ്ങിയ പോലെ ആരുണ്ട്? ഗൈസ്, പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പേര് നെസ്റ്റ് സ്റ്റോറീസ്. NESSTORIES. എന്റെ സ്റ്റോറി നെസ്റ്റ് സ്റ്റോറി. Guys, we are the Bersancharis. I am Dinsha. I'm Nesla. I'm Jyotsna. I'm Nishma. I'm Devi. Shavi. Jana. I'm Jubi. Hi guys, we are Berries and Cherries. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കമന്റ് ബിലോ. നിങ്ങൾ അഭിപ്രായം പറയാ.
ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണോ വേണ്ടെന്ന്. Everybody go to Instagram and follow. So guys, do check out and subscribe. Bye. What is this? ബിരിയാണി വിത്ത് പപ്പടം. Oh my god. അതെ ദേവി അടിച്ചു വരുന്നു. ചപ്പാത്തി എല്ലാവരും കഴിച്ച് ചട്ടപ്പാക്കി ബാക്കിയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഒരു മിനിറ്റ് അല്ല ഗൈസ്, അല്ല നമ്മള് ചത്താനെന്താ വയറിലായില്ലേ? ഇതിനൊരു വട്ടം ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ എന്നിട്ട് ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു കേട്ടോ. അതെ, ആ ഒരു സമയത്ത് വരെ ദിനുവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു എനർജി അപ്പോഴും വിട്ടിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന എൻ്റെ തലേ ദിവസം അപ്പൊ ഞാൻ ഓടിപ്പോയി. ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോയി ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നേരെ എന്നെ മറ്റേ കയറുമ്പോൾ ഇവള് ആ കട്ടുമ്പോൾ ഇങ്ങനെ കിടക്കുക, ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവിടെ ആ കട്ടുമ്പോൾ കിടക്കുക. അങ്ങനെ കണ്ടിരിക്കും കുറച്ച് പേര് അധികം വരുന്നത്. അപ്പൊ ദിനു ആ എനർജിയിൽ ആ ഒരു അവസ്ഥയിൽ ഒരു ദിനു എല്ലാവരും ഇവിടെ ഇരിക്കി പറഞ്ഞിട്ടാണ് നമ്മളെ വരവേറ്റത്. അതാണ് ദിനുവിന്റെ എനർജി. എന്നെ ഇതിലേക്ക് മെയിനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ആൾക്ക് ക്യാമറ ഭയങ്കര തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാതിലടക്കാൻ വേണ്ടി വന്നു. അത് പിന്നെ ഈ വീഡിയോ എന്റെ ചാനലിലും നെക്സ്റ്റ് സ്റ്റോറീസിലും വരുന്നുണ്ടാവും. കുറച്ചൊരു ഞാൻ ഹെയർ ചെയ്തിരിക്കണം എന്റെ മെച്ചത്തിന് വേണ്ടിട്ട്. ഇപ്പത്തെ പ്രശ്നം എന്താ വെച്ചാൽ വീഡിയോ കുറെ ഉണ്ട്, പക്ഷെ എഡിറ്റിംഗ് നടക്കുന്നില്ല. അതെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇത് ഏത് കമ്പനിക്കാ ഇടാൻ വേണ്ടി കുറെ വീഡിയോസ് പഠിച്ചു, പക്ഷെ എഡിറ്റിങ്ങിന് സമയം കിട്ടില്ല. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, നോക്കാം. എനിക്ക് വേണം എഡിറ്റർ. കണ്ട എന്റെ തന്നെ എഡിറ്റ് ചെയ്യില്ല. അപ്പൊ ഇതിന് അടുത്ത ചാനലിന് വേണ്ടിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചേക്കാണ്. ഇതാരാ ഡെക്കറേഷൻസ് ആരൊക്കെ? ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും ഹാൻഡ് പിക്ക് ചെയ്ത് ആ ഒരു പെർഫെക്ഷൻ അല്ലേ? ആ ഒരു പെർഫെക്ഷൻ അതിൽ കാണാൻ. വീഡിയോ എടുത്താൽ അത് മാത്രമായിട്ട് എനിക്ക് അയച്ചു തരാൻ പറ്റും. പിന്നെന്താ? പക്ഷെ ഞാൻ മൈക്കേറ്റ് ഇങ്ങനെ നിൽക്കും. ഇല്ല, 2 3 നമ്മളുടെ ഉറ്റ സുഹൃത്ത് ആൻഡോ തോമസ് എന്നാണ് പറയാനുള്ളത്. നമുക്ക് കേൾക്കാം. ആൻഡോയുടെ സൗന്ദര്യത്തിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? ഓക്കെ, ഇതാണ് നേരത്തെ നമ്മൾ കണ്ട പാവത്താനായ ജുനുവിൻ്റെ പാവത്തിയായ ഭാര്യ ദിൻഷ മർജാൻ. ദിൻഷ മർജാനെ കാത്തു നിൽക്കുന്ന തിരക്കായി എന്നാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, പക്ഷെ വളരെ മാന്യനായൊരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്താണ് ചലഞ്ച് പറയാം? യെസ്, അവിടെ ചൂടുകാലായതുകൊണ്ട് നമ്മള് വണ്ടിയില് ഷോർട്സ് മാത്രം ഇട്ടിട്ട് എത്ര മണിക്കൂർ ഇരിക്കുന്നു? 1000 രൂപ ഒരു മണിക്കൂറിന്. നമ്മളെത്ര? 100 പൗണ്ട്. ഗായ്സ്, നാട്ടിലത്തെ 10,000 12,000 രൂപയോളം വരും ഒരു മണിക്കൂർ ഇരുന്നാൽ. നമ്മളിതല്ലേ വീഡിയോഗ്രാഫർ അല്ലേ? അതെ, ഇവനാണ്